പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ചിട്ടാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാർ ദല്ലാളാണ് എന്നത് സംബന്ധിച്ച് ആർക്കും തർക്കങ്ങളൊന്നുമില്ല. ദല്ലാൽ നന്ദകുമാർ പോലും അദ്ദേഹത്തെ പരോക്ഷമായി ദല്ലാൾ എന്ന് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കുറേ കാലമായി രാഷ്ട്രീയ പാർട്ടികളുടെയും വലിയ കുത്തകകളുടെയും ഒക്കെ ദല്ലാൾ ആയി, ഇടനിലക്കാരനായി, ഏജൻ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ ദല്ലാളാണ് എന്നുള്ള കാര്യത്തിൽ ഇനി വലിയ ചർച്ചയൊന്നും നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ഞാനിവിടെ പറയാൻ പോകുന്നത് വേറൊരു ദല്ലാളിനെ കുറിച്ചിട്ടാണ്. ആ ദല്ലാളിനെ നമ്മൾ ദല്ലാൾ എന്ന പേരിൽ കേരളത്തിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ രാഷ്ട്രീയ നേതാവിനെ ഒരു ദല്ലാളായി ഞാൻ ഈ വീഡിയോയിൽ ആദ്യം അവതരിപ്പിക്കാൻ പോകുന്നത്. ദല്ലാളായി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് മറ്റാരുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സാക്ഷാൽ പിണറായി വിജയനാണ്. പിണറായി വിജയനെയാണ് ദല്ലാളായി ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായും രണ്ടുപേരുടെ ദല്ലാളാണ് പിണറായി വിജയൻ എന്നെനിക്ക് പറയേണ്ടി വരും. അതിലൊന്ന് BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ ദല്ലാളാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. രണ്ട്, വലിയ ശതകോടീശ്വരന്മാരുടെ ദല്ലാളും കൂടിയാണ് പിണറായി വിജയൻ എന്നും ഞാൻ തുടർന്ന് നിങ്ങളോട് വാദിക്കും. സുഹൃത്തുക്കളെ, പിണറായി വിജയൻ BJPയുടെ ദല്ലാളാണ് എന്ന് ഞാൻ പറയാൻ കാര്യം എന്താ? BJPയുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ഒത്തുകളി സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വരുന്നുണ്ട്. BJPയുടെ ഒരു വിശ്വസ്ത വിനീത വിധേയനാണെന്നും ഒരു വത്സല പുത്രനാണെന്നും ഒക്കെ പറഞ്ഞ് ഉള്ള വാദഗതികളുണ്ട്. ഞാൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, BJPക്ക് വേണ്ടിയുള്ള ദല്ലാൾ പണി 20 വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ നടത്തി എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിന് ഉപോത്ബലകമായിട്ടുള്ളത് ദല്ലാൽ നന്ദകുമാർ ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തൽ 2004 നടന്ന ഒരു സുപ്രധാന സംഭവ വികാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം, കേരളത്തിലെ UDFന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലം ഇന്നില്ല. ആ മണ്ഡലത്തിൽ നിരന്തരമായി ജയിച്ചുകൊണ്ടിരുന്നത് UDF ആയിരുന്നു. ആ മണ്ഡലം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായിരുന്നു. UDFിൽ നിന്ന് കേരള കോൺഗ്രസ് ആയിരുന്നു സ്ഥിരമായി ആ മണ്ഡലത്തിൽ വിജയിച്ചുകൊണ്ടിരുന്നത്. ആ മണ്ഡലത്തിൽ 2006 നടന്ന ഒരു സംഭവ വികാസമാണ് BJPയുടെ ദല്ലാളായിരുന്നു പിണറായി വിജയൻ എന്ന് തെളിയിക്കാൻ ഉപോത്ബലകമാകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, എന്താ പ്രധാനപ്പെട്ട കാര്യം? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദല്ലാൽ നന്ദകുമാറാണ് ഈ വിഷയം ആദ്യം പൊതുമണ്ഡലത്തിലേക്ക് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ദേശീയ ജനാധിപത്യ മുന്നണിയുടെ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി PC തോമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി മത്സരിച്ചു. അദ്ദേഹം IFDP എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അന്ന് അദ്ദേഹം മത്സരിച്ചത്. അന്ന് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം വാജ്പേയി മന്ത്രിസഭയിൽ നിയമകാര്യ സഹമന്ത്രിയും കൂടിയായിരുന്നു. അപ്പോൾ ദല്ലാൽ നന്ദകുമാർ എന്താ പറഞ്ഞത്? ഇതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമാണ്. സ്വാഭാവികമായും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ് അവിടെ ഇടതിൻ്റെയും വലതിൻ്റെയും സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് വരിക. സ്വാഭാവികമായും ആ 2004 തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഒരാളെ നിർദ്ദേശിച്ചുകൊണ്ട് കോലഞ്ചേരി പിതാവ് എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. അതായത് ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിഷപ്പാണ് കോലഞ്ചേരിയിലുള്ള കോലഞ്ചേരി പിതാവ് 2004 മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനുമായിട്ട് കൊടുത്തിരുന്നു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങനൊരു നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ നിർദ്ദേശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMും അംഗീകരിക്കുകയാണ് പതിവ്. കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യൻ മേലധികാരി ഒരു നിർദ്ദേശം വെക്കുമ്പോൾ അത് സ്വാഭാവികമായും അംഗീകരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യാറ്. പക്ഷേ ദല്ലാൽ നന്ദകുമാർ എന്താ പറഞ്ഞത്? പിണറായി വിജയൻ ആ കോലഞ്ചേരി പിതാവ് കൊടുത്ത ആ പേര് മാറ്റിവെച്ചിട്ട് ആ കോലഞ്ചേരി പിതാവ് കൊടുത്ത ആ നിർദ്ദേശം അംഗീകരിക്കാതെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായിട്ടുള്ള മൂവാറ്റുപുഴയിൽ PM ഇസ്മായിൽ എന്ന് പറഞ്ഞ ദുർബലനായിട്ടുള്ള ഒരു മുസ്ലിം
ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ഏറ്റവും ഞെട്ടിക്കുന്ന സ്തോഭജനകമായ സ്ഫോടനാത്മകമായ ഒരു സംഭവം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ UDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയായിരുന്നു. PC തോമസ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നു. PM ഇസ്മായിൽ CPM സ്ഥാനാർത്ഥിയായി വന്നു. സ്വാഭാവികമായും അവിടെ UDF ജോസ് കെ മാണി ജയിക്കും എന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? PC തോമസ് വല്ലാതെ മുന്നേറുന്നു എന്നുള്ള ഒരു നില തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ഘട്ടമായപ്പോൾ വന്നു. കാരണം എന്താ? CPM സ്ഥാനാർത്ഥിയായിട്ട് ദുർബലനായിട്ടുള്ളൊരു മുസ്ലിമാണ് അവിടെ മത്സരിച്ചത്. CPM തെരഞ്ഞെടുപ്പ് പ്രചരണം മന്ദീഭവിച്ചു. അതിനെ തുടർന്ന് PC തോമസും ജോസ് കെ മാണിയും തമ്മിലായി മത്സരം. അവസാനം എന്ത് സംഭവിച്ചു? അവസാനം 526 വോട്ടിന് PC തോമസ് മൂവാറ്റുപുഴ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായി. സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇന്നേ വരെ നമുക്കറിയാം BJPക്ക് ലോക്സഭയിൽ ഒരു സീറ്റ് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ആകെപ്പാടെ അവർ നിയമത്തിൽ നിന്ന് മാത്രമേ ജയിച്ചുള്ളൂ. ലോക്സഭയിലേക്ക് ഒരു സീറ്റ് പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 2004 ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി PC തോമസ് അവിടെ നിന്ന് വിജയിച്ചു. അത് അതിനു മുമ്പും അതിന് ശേഷവും ആ റെക്കോർഡ് ഭേദിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ PC തോമസ് വിജയിച്ചത് പിണറായി വിജയൻ BJPക്ക് വേണ്ടി നടത്തിയ ദല്ലാൽ പണി കൊണ്ടാണ് എന്നാണ് സാക്ഷാൽ ദല്ലാൽ നന്ദകുമാർ പൊതുമണ്ഡലത്തോട് വെളിപ്പെടുത്തിയത്. ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് അന്ന് ഈ വിഷയത്തിൽ ഇടനിലക്കാരനായി പിണറായിക്കും PC തോമസിനും ഇടയിൽ പ്രവർത്തിച്ചിരുന്നത് താനായിരുന്നു എന്നുകൂടി ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? BJPയുടെ ദല്ലാളായി പിണറായി വിജയൻ മാറിയത് ഇന്നോ ഇന്നലെയോ അല്ല എന്നുള്ളതാണ്. 2004 പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പ്രതിയായി നിൽക്കുകയാണ്. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് BJPക്ക് വേണ്ടി പിണറായി വിജയൻ 2004 ഈ ദല്ലാൽ പണി നടത്തിയത്. അത് വെളിപ്പെടുത്തിയത് വേറൊരു ദല്ലാളാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിലെ ഒരു പ്രധാന ദല്ലാളാണെന്നും ആ ദല്ലാള് BJPക്ക് വേണ്ടി 2004 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ദല്ലാൽ പണി നടത്തിയിട്ടുണ്ടെന്നും അത് വിജയിച്ചിട്ടുണ്ട് എന്നും ഞാൻ പറഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാദം അദ്ദേഹം ശതകോടീശ്വരന്മാരുടെ ദല്ലാളാണ് എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. ഒരുപാട് ശതകോടീശ്വരന്മാർക്ക് വേണ്ടി ഭരണകൂടത്തിൽ നിന്ന് മുഖ്യമന്ത്രി ആയിട്ടിരുന്നു കൊണ്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ യൂസുഫ് അലി എന്ന് പറഞ്ഞ ശതകോടീശ്വരൻ, അദ്ദേഹത്തിന് എന്ത് കാര്യം നടക്കണമെന്നുണ്ടെങ്കിലും അതെല്ലാം ചെയ്തു കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് പിണറായി വിജയനുണ്ട്. അത് യൂസുഫ് അലി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ വെച്ച്. ആരെന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ്റെ പുറകിൽ ഒരു നിഴലായി ഞാനുണ്ടാകും എന്നാണ് യൂസുഫ് അലി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ യൂസുഫ് അലിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല ശതകോടീശ്വരന്മാരുടെയും ദല്ലാളായി നിൽക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ചിട്ടാണെങ്കിലും വേറൊരു ദല്ലാൽ കൂടി കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്നും ആ ദല്ലാൽ മറ്റാരുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണെന്നും നമ്മൾ ദല്ലാൽ പിണറായി വിജയനെക്കുറിച്ചും അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന ദല്ലാളിനെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.